നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ മാസപ്പടി ഹർജിയിലെ വിധി പറയൽ വിജിലൻസ് കോടതി ഈ മാസം 19 മാറ്റി. കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന മാത്യു കുഴൽനാടൻ MLA ഹർജി പിന്നീട് പരിഗണിക്കും. വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ മാത്യു നിലപാട് മാറ്റി. തെളിവ് കൈമാറാമെന്നും കോടതി തന്നെ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ കോടതി വേണോ വിജിലൻസ് വേണോ എന്ന് ഹർജിക്കാരൻ ആദ്യം തീരുമാനിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കോടതി മതിയെന്ന് മാത്യുവിന്റെ അഭിഭാഷകൻ അറിയിച്ചതോടെ കേസ് മാറ്റി. CMRLന് മുഖ്യമന്ത്രി നൽകിയ വഴിവിട്ട സഹായത്തിന്റെ പ്രതിഫലമാണ് മകൾ വീണ വിജയന് CMRLൽ നിന്ന് മാസപ്പടിയായി ലഭിച്ചതെന്നാണ് ഹർജിയിലെ മാത്യു കുഴൽനാടന്റെ ആരോപണം. വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു ആദ്യം ആവശ്യം. കോടതി ഇതിൽ വിധി പറയാനിരിക്കെയാണ് മാത്യു നിലപാട് മാറ്റിയത്. തെളിവ് കൈമാറാമെന്നും കോടതി തന്നെ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. അതിനിടെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയ്ക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ED നൽകിയ സമൻസ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് സമൻസ്. തിങ്കളാഴ്ച ഹാജരാകാനാണ് കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയത്. ജസ്റ്റിസ് TR രവിയാണ് ഹർജി പരിഗണിക്കുന്നത്. ഹർജിക്കാർക്കെതിരെ നിർബന്ധിത നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് EDക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു. ബെഞ്ച് ഇത് രേഖപ്പെടുത്തി. കേസ് മെയ് 22 പരിഗണിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഷെഡ്യൂൾ ചെയ്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ലാത്തതിനാൽ വിഷയത്തിൽ ഇടപെടാൻ EDക്ക് അധികാരമില്ലെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. മുഴുവൻ അന്വേഷണവും നിർബന്ധിത നടപടികളും സ്റ്റേ ചെയ്യാൻ ഹർജിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല. EDക്ക് മുന്നിൽ വെള്ളിയാഴ്ച ഹാജരാകാൻ അപേക്ഷകരിൽ ചിലർക്ക് സമൻസ് അയച്ചിരുന്നു.